തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 30 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 17 വരെയും, വിശുദ്ധ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 26 മുതൽ 30 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. എങ്ങനെയാണ് ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക? നമ്മുടെ ജീവിത പ്രവർത്തികൾ ജീവാർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് ഉയരുമ്പോഴാണ് മറ്റുള്ളവരിൽ ക്രിസ്തുബോധം ജനിക്കാനിടയാകുക. യേശു ഭൂമിയിൽ അവതരിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് സർവമഹത്വവും ഉപേക്ഷിച്ച് വീണുപോയവൻ്റെ സാദൃശ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു എന്നതുകൊണ്ട് ആഷേർ വംശജയായ പ്രായം ചെന്ന വിധവ അന്ന യേശുവിനെ തിരിച്ചറിയുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് രാപകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുന്ന അവൾ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ തന്നെ, ബാലനായ ശിശുവായ യേശുവിനെ കാണുമ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഒന്ന്, ഈ ദൈവത്തെ അനുഭവപ്പെടുത്തുന്ന കാര്യമാണ്. രണ്ടാമത്, ഈ ദൈവാനുഭവത്തിലേക്ക് ഉയരാനുള്ള ജീവിത വഴിയാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെ എല്ലാം അനുവർത്തിച്ചതിന് ശേഷം, ആചാരങ്ങൾക്കകത്ത് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം യേശുവിനെയും കൂട്ടി മാതാപിതാക്കൾ തിരികെ പോകുന്നു. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ ശക്തനായി. ദൈവത്തിന് കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ഈ ജ്ഞാനം കൊണ്ടും കൃപ കൊണ്ടും നിറഞ്ഞവരാണ് ഞാനും നിങ്ങൾ. മാമോദീസ വഴി ജ്ഞാനത്താലും കൃപയാലും നിറഞ്ഞവർ, ദൈവിക ജ്ഞാനത്താൽ അറിവിനെ തിരിച്ചറിയുന്നവരത്താൽ ദൈവിക സത്യങ്ങൾ ബോധ്യപ്പെടാൻ ഇടയായവർ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവർ. കൊളോസ്യർ 2:3 പറയുന്നുണ്ടല്ലോ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളൊക്കെയും അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അവനകമേ വസിക്കുന്നെന്ന ബോധ്യം കൊണ്ട് സത്യബോധത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ, ക്രിസ്തുവിന് സാക്ഷിയായി മാറാൻ, അവനെ പ്രകാശിപ്പിക്കാനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടതും ഐക്യപ്പെട്ടവരുമായവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം കൊണ്ട് എത്രത്തോളം നമുക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഗൗരവമായി നാം ചിന്തിക്കണം. നമ്മുടെ ജീവിത പ്രവൃത്തികളെ അപ്രകാരം ദൈവത്തിൻ്റെ ഇടപെടൽ പ്രക്രിയയായി ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തണം. എന്താണ് അതിന് വേണ്ടത്? അതിന് ലോകത്തോടുള്ള ഒരു നിരാശമാണ്. നമ്മൾ പാപം ചെയ്തു, നമുക്ക് കുറവുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പിടിക്കേണ്ടതില്ല. നമ്മളതിനെ കീഴടക്കിയിരിക്കുന്നു. എങ്ങനെയാണ് കീഴടക്കിയത്? ക്രിസ്തുവിനെ ഏറ്റുപറയുക വഴിയാണ്. പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ആധിപത്യത്തെ നാം ചെറുക്കുന്നത് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെയാണ്. യേശുവിനെ ഏറ്റുപറയുമ്പോൾ ഒരാൾ നിലനിൽക്കുന്ന ഏത് പ്രതിസന്ധിക്കകത്തും അതിന് വിജയിക്കുകയാണ്. കാരണം യേശു വിജയിച്ചയാണ്. രണ്ടാമത്തെ ഭാഗത്ത് എങ്ങനെയാണ് ആ ഏറ്റുപറച്ചിലിൻ്റെ ജീവിതം നയിക്കാൻ കഴിയുക? അവിടെയാണ് ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അതിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, നിലനിൽക്കുന്നവയല്ല. അതുകൊണ്ട് ലോകത്തുള്ള വസ്തുക്കളെ സ്നേഹിക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കാറ്റഗിസം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതുബോധന ഗ്രന്ഥം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് വിഘാതമായി ക്രമവിരുദ്ധമായ സ്നേഹങ്ങളിൽ ഏർപ്പെടുന്നതാണ് പാപം. കൃപയുടെ പ്രവേശനത്തിന് തടസ്സമാകുന്ന രീതിയിൽ, ദൈവിക ഇടപെടലിന് തടസ്സമാകുന്ന രീതിയിൽ ലോകത്തോടുള്ള സ്നേഹം നിലനിൽക്കാനിടയാകരുത്. ക്രിസ്തുവിനുള്ള സ്നേഹമാക്കി മാറ്റേണ്ടതുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആനുകാലിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ ജീവിത ചുറ്റുപാടുകളിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ സമ്പൂർണത അനുഭവിച്ചും അനുഭവപ്പെടുത്തിയും മുൻപോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അനുഭവം പകരുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക. അപ്പോഴാണ് ദൈവത്തെ തേടുന്നവരുടെ മുമ്പിൽ നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടുക. ഒപ്പം തന്നെ നമ്മുടെ ജീവിത വഴിയിൽ ദൈവത്തിന് അങ്ങനെ വിധേയരായിക്കൊണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ശക്തരായി ആത്മാവിൻ്റെ കൃപയിൽ ഉറച്ചവരായി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, അപ്രകാരമായി തീരാൻ ആവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കാം.
ഒപ്പം തന്നെ ബലിമേശയിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. ജ്ഞാനത്താലും ആത്മാവിനാലും നിറഞ്ഞവരായി, കൃപാസമൃദ്ധിയിൽ നിറഞ്ഞവരായി കാണപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.